നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി. അല്ലാഹുവിനെ ഓർക്കുന്ന വീടും അവനെ ഓർക്കാത്ത വീടും മസലുൽ ഹയ്യി വൽ മയ്യിതി, ജീവനുള്ള വീട് പോലെയാണ്, ജീവനില്ലാത്ത വീട് പോലെയാണ്. എന്റെ വീട് ജീവനുള്ള വീടാണോ, നമ്മുടെ വീട് ജീവനില്ലാത്ത വീടാണോ? ആലോചിക്കണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണുണ്ടോ? ജീവനുള്ള വീടാണ്. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണില്ലേ? ജീവനില്ലാത്ത വീടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കരുതേ. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങിയോടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്തറിയും? പിശാച് അവൻ ആരാണ്? അവൻ നമ്മുടെ മുഖ്യ ശത്രുവാണ്. എന്താ പിശാചിന്റെ പണി? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കുക, കുടുംബം കലക്കുക. ഇതാണ് ആരെ പണി? പിശാചിന്റെ പണി. ആ പിശാച് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അകറ്റണം, ആട്ടി ഓടിക്കണം. അതിനെന്താ പണി? വീട്ടിൽ ഖുർആനിന്റെ പാരായണം വേണം. ഇവിടെ ഒരു ഹദീസ് കൂടെ ഞാൻ ചേർത്ത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാൻ, ഇന്ന ഇബിലീസ് തന്റെ സിംഹാസനം വെള്ളത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഇബിലീസ് തന്റെ കൂട്ടാളികളോട് പറഞ്ഞു, ആളുകളൊക്കെ പഠിപ്പിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇബിലീസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇബിലീസിന്റെ കൂട്ടാളികൾ ആളുകളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പല ഭാഗത്തേക്കും ഇങ്ങനെ പോയി. അങ്ങനെ അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നത് ചെയ്തു. ഇബിലീസ് പറഞ്ഞു, നിങ്ങളൊന്നും ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം ഇബിലീസിന്റെ ഒരു കൂട്ടാളി വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാനൊരു ഭാര്യൻ്റെയും ഭർത്താവിൻ്റെ പിന്നാലെ കൂടി. എന്നിട്ട് അവർ രണ്ടുപേരെയും തൊലാക്ക് ചൊല്ലി വേർപിരിച്ചിട്ടാണ് വരുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഇബിലീസ് എന്താ ചെയ്തതെന്നറിയോ? ഇബിലീസ് ആ പിശാചിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നിഅമ അൻത, നീയാണ് ഏറ്റവും നല്ല ആള്, എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല, എന്നോട് കൂറുള്ള ആളാരാണ്? നീയാണ്. അപ്പൊ ഇബിലീസിന്റെ കൂട്ടരെ പണി എന്താ? നമ്മുടെ കുടുംബം തകർക്കുക എന്നുള്ളതാണ്. ആ കുടുംബം നിലനിൽക്കുന്ന വീട്ടിൽ നിന്ന് ഈ ഇബിലീസിനെ നമ്മൾ ഓടിക്കണ്ടേ. നമ്മുടെ ശത്രു ആരല്ല? ഭർത്താവിന്റെ ഉമ്മല്ല, ഭർത്താവല്ല, ഭർത്താവിന്റെ വാപ്പല്ല. പിന്നെ ആരാ നമ്മുടെ ശത്രു? നമ്മുടെ ശത്രു ശൈത്താനാണ്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ അതിശക്തമായ ശത്രുവാണ്. അവനെ നിങ്ങൾ തുരത്തണം, ഓടിക്കണം. അതിന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മുടെ വീട്ടിലുണ്ടാകണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്.